നിങ്ങൾ എപ്പോഴെങ്കിലും കടൽ വെള്ളം രുചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുമാത്രം ഉപ്പാണ് ഈ കടൽ വെള്ളത്തിൽ. കടലിൽ വെള്ളം വരുന്നത് മഴയിലൂടെയും പിന്നെ നദികളിലൂടെയുമാണ്. ഇതിൽ രണ്ടിലും ഉപ്പില്ല. പിന്നെ കടലിൽ ഇത്രമാത്രം ഉപ്പ് എവിടുന്ന് വന്നു? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? പറയാം. മഴ പെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള CO2വുമായി മഴ മിക്സ് ചെയ്ത് അത് അല്പം ഒരു അസിഡിക് നേച്ചറായി മാറുന്നു. ഈ അസിഡിക് നേച്ചറുള്ള മഴ താഴോട്ട് വീഴുമ്പോൾ അത് മണലിലും അതുപോലെ പാറയിലും ഉള്ള മിനറൽസിനെയും സാൾട്ടിനെയും അലിയിപ്പിക്കാൻ കഴിവുള്ളതായി മാറുന്നു. ഇങ്ങനെ സാൾട്ടിനെയും മിനറൽസിനെയും അലിയിപ്പിച്ച മഴവെള്ളം നദികളിലൂടെ കടലിലെത്തിച്ചേരുന്നു. അപ്പോഴൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മഴവെള്ളം പാറയിലും മണ്ണിലുമുള്ള ഉപ്പ് നദികളിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ആ നദിവെള്ളത്തിന് എന്തുകൊണ്ട് ഉപ്പ് രസമില്ല? അതെ, നദിവെള്ളത്തിന് ഉപ്പ് രസമില്ല. കാരണം നദിയിലുള്ള ഉപ്പിൻ്റെ അംശം വളരെ ചെറുതാണ്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ നദികളെല്ലാം അല്പാൽപ്പം ഉപ്പ് കടലിൽ കോടാനുകോടി വർഷങ്ങളായി എത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള ഉപ്പ് കടലിൽ അടിഞ്ഞുകൂടി അങ്ങനെയാണ് കടൽ ഇത്രയും ഉപ്പ് രസമായി മാറിയത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇങ്ങനെ നദികളെല്ലാം കോടാനുകോടി വർഷങ്ങളായി കടലിൽ ഉപ്പ് എത്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് കടൽ വെള്ളത്തിലെ ഉപ്പിന്റെ അളവ് കൂടുന്നില്ല? അതെ, കടൽ വെള്ളത്തിലെ ഉപ്പിന്റെ അളവ് കൂടുന്നില്ല. കാരണം അത് പ്രകൃതിയുടെ സൂക്ഷ്മമായ പരിപാലന പ്രക്രിയയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കാറ്റ് കടൽ വെള്ളത്തിലെ ഉപ്പിനെ ക്യാരി ഓവർ ചെയ്ത് കുറെ ലാൻഡിലെത്തിക്കുന്നു. പിന്നെ കുറെ ഉപ്പ് കടൽ അടിത്തട്ടിൽ ക്രിസ്റ്റൽസായി അടിഞ്ഞുകൂടുന്നു. പിന്നെ കുറെ ഉപ്പിന്റെ അംശം കടലിലെ ജീവികൾ അവരുടെ ഷെല്ലുകളും അസ്ഥികൂടങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ കടലിലെ വെള്ളം അന്നും ഇന്നും എന്നും 3.5% മെയിൻറ്റെയിൻ ചെയ്യുന്നു. പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോ. താങ്ക് യു.